രാജ്യത്ത് കാറുകളുടെ വിൽപ്പനയിൽ വൻ വർധന. കഴിഞ്ഞ ഏപ്രിലിനേക്കാൾ 25% വർധനയാണ് വിൽപ്പനയിലുണ്ടായത്. മാരുതി സുസുക്കിയും ടാറ്റ മോട്ടോഴ്സും വിൽപ്പനയിൽ സ്വന്തമാക്കിയത് വൻ നേട്ടമാണ്. യുദ്ധവും അതുണ്ടാക്കിയ പ്രതിസന്ധിയും കാറ് വിൽപ്പനയെ കാര്യമായി ബാധിച്ചിട്ടില്ല. 25% വർധനവാണ് കഴിഞ്ഞ ഏപ്രിലിനെ അപേക്ഷിച്ച് ഈ ഏപ്രിലിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഏപ്രിലിൽ 3,57,000 കാറുകൾ വിൽപ്പന നടത്തിയപ്പോൾ ഈ ഏപ്രിലിൽ 4,46,000 കാറുകളാണ് ഇന്ത്യയിലാകമാനം വിറ്റുപോയത്. വിൽപ്പനയിലെ കുതിച്ചുചാട്ടം നേട്ടമായത് മാരുതി സുസുക്കിക്കും ടാറ്റ മോട്ടോഴ്സിനുമാണ്. 30%-ലധികം വർധനവ് ഇരു കമ്പനികളുടെയും വിൽപ്പനയിലുണ്ടായി. GSTയുടെ ഒരു പ്രൈസ് കുറഞ്ഞതിൻ്റെ ഒരു ബലമാണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് PV വെഹിക്കിൾസ് എന്ന് വെച്ചാൽ പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ ഗ്രോത്ത് കൂടാനുള്ള കാരണം. ഇപ്പം നമുക്ക് 33.4% ഗ്രോത്ത് വന്നേക്കുന്നത്. നമുക്കൊരു ഓണം സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 40-45% ഗ്രോത്തിലോട്ട് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. GST ഇളവിനൊപ്പം തന്നെ പുതിയ വാഹനങ്ങളും പുതിയ മോഡൽസും വന്നുകൊണ്ടാണ് നമ്മുടെ ഈ ഗ്രോത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ടാറ്റ മോട്ടോഴ്സ് ഇപ്പം മാരുതിയെ കമ്പയർ ചെയ്യുമ്പോൾ മാരുതി കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കാൻ വരുന്നത് ആൾക്കാർ ഏറ്റവും കൂടുതൽ വാക്കിൻസും ഏറ്റവും കൂടുതൽ നമ്മളെ വണ്ടികളെക്കുറിച്ച് തിരക്കുന്നതും ടാറ്റ മോട്ടോഴ്സിൻ്റെ വെഹിക്കിൾസാണ്. GST ഇളവിലൂടെ ഗുണം ലഭിച്ചത് പെട്രോൾ ഡീസൽ കാറുകൾക്കാണ്. EVയിലെ വിൽപ്പന കഴിഞ്ഞ വർഷത്തെ അത്ര മെച്ചപ്പെട്ട നിലയിലല്ല ഈ വർഷമുള്ളത്. ഇറാൻ-US യുദ്ധം ഇനിയും നീണ്ടുപോയി കഴിഞ്ഞാൽ സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഏപ്രിലേതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വാഹന നിർമ്മാതാക്കൾ. കൊച്ചിയിൽ നിന്ന് നിഖിൽ ജോസഫിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.